ഹായ് ഗായ്സ്, എല്ലാവർക്കും കേരള ട്രാവൽ പാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് പാലക്കാട് മലമ്പുഴയിലാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ മലമ്പുഴ ഗാർഡൻ്റെയും മലമ്പുഴ ഡാമിൻ്റെയും വിശേഷങ്ങളാണ്. ഇവിടെ വിശാലമായ പാർക്കിംഗ് ഏരിയയും അതുപോലെ മലമ്പുഴ ഉദ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ബോർഡും, ആ ബോർഡിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലുമായിട്ട് അടുത്ത് കാണേണ്ട സ്ഥലങ്ങളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ റോഡ് സൈഡിലായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന കാണാം. അതുപോലെ അടുത്തടുത്തായിട്ട് കുറേ ഷോപ്പുകളുണ്ട്. മുൻപോട്ട് പോകുമ്പോൾ മലമ്പുഴ പോലീസിൻ്റെ ഒരു ഡയറക്ഷൻ ബോർഡ് കാണാം. അതിൽ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളെക്കുറിച്ചുള്ള കറക്റ്റ് ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മലമ്പുഴ ഗാർഡൻ്റെ ഭാഗത്താണ്. അവിടെ നിന്നും റൈറ്റ് പോയാൽ റോപ്പ് വേ, ഫിഷ് അക്വേറിയം, പാർക്കിംഗ് ഒക്കെ അവിടെയാണ് വരുന്നത്. നമ്മൾ ലെഫ്റ്റിലോട്ട് പോയാൽ സ്നേക്ക് പാർക്ക്, റോക്ക് ഗാർഡൻ എന്നിവയിലോട്ടും പോകാം. നമ്മളിപ്പോൾ പോകുന്നത് മലമ്പുഴ ഗാർഡനിലോട്ടാണ്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെ സ്കൂളുകളിൽ നിന്നൊക്കെ ടൂറ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കൂടുതലും മലമ്പുഴ ഗാർഡനിലായിരുന്നു. മലമ്പുഴ ഡാം കാണിക്കാനായിരുന്നു. അതൊക്കെ നമ്മുടെ ചെറുതായിട്ട് നമ്മുടെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തേക്ക് എൻട്രൻസിലോട്ട് കിടക്കാൻ. മുതിർന്നവർക്ക് 30 രൂപയും കുട്ടികൾക്ക് 10 രൂപയുമാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത്. നമുക്ക് ടിക്കറ്റ് കാണിച്ച് നമുക്ക് എൻട്രൻസിലൂടെ അകത്തേക്ക് പ്രവേശിക്കാം. ചെല്ലുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഒരു മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ഏരിയ ആണ്. ഞങ്ങൾ വന്നത് സൺഡേ ആയതുകൊണ്ട് തന്നെ പൊതുവെ നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ. മുൻപോട്ട് പോകുമ്പോൾ ചെറിയൊരു പുൽക്കൂട് പോലെയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിലും ഒരുപാട് ഏക്കറിൽ വ്യാപിച്ചെടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഗാർഡൻ ആണത്. നല്ല തിരക്കുണ്ട്. ഇടദിവസമാണെങ്കിൽ ഇത്ര തിരക്കുണ്ടാവില്ല എന്ന് തോന്നുന്നു. ഇവിടെ നമുക്ക് പച്ചപ്പ് നിറഞ്ഞൊരു കാഴ്ച കാണാം. നെൽപ്പാടങ്ങളുടെ നടുവിലായിട്ട് ഒരു വഞ്ചി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കൂട്ടുകാർ ഇവിടെ കളിക്കുന്നതാണോ അതോ അടിപിടി ഓടുന്നതാണോ എന്നും അറിയില്ല. മുമ്പോട്ട് നടന്നു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് പല വർണ്ണത്തിലുള്ള പൂക്കൾ കാണാം. വളരെ മനോഹരമായി അലങ്കരിച്ച പുൽത്തകിടികളും അതുപോലെ തന്നെ ഇവിടെ ഒരു റെയിൽവേ പാളവും തീവണ്ടിയും, മുമ്പോട്ട് നടക്കുമ്പോൾ മനോഹരമായ പാതകളും കാണാം. ഇവിടെയെല്ലാം നമുക്ക് പോകേണ്ട കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരു ദിവസം മുഴുവൻ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ അടിപൊളി ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലങ്ങളും ഉണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു മിൽമയുടെ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട്. ഇതൊക്കെ ഗാർഡൻ്റെ ഇടയിലൂടെ മനോഹരമായിട്ട് ഒരു കനാൽ ഒഴുകുന്നുണ്ട്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നാണ് മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നത്. പച്ചപ്പ് നിറഞ്ഞ പുൽത്തകിടികളും എണ്ണമറ്റ വൈവിധ്യമേറിയ പുഷ്പങ്ങളാൽ നിറഞ്ഞ പൂന്തോട്ടങ്ങളും ചെറിയ കുളങ്ങളും ഫൗണ്ടനുകളും അതിനോടനുബന്ധിച്ചുള്ള ഇരിപ്പിടങ്ങളും വിശ്രമ സങ്കേതങ്ങളും എല്ലാം നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്നതാണ്. നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന നമ്മുടെ വെൽവെറ്റ് ചെടികൾ കണ്ടോ? എന്ത് രസമാണെന്ന് നോക്കി. അതിനിടയ്ക്ക് ചെറുതായിട്ട് ചെത്തിയുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആദ്യം പോകുന്നത് ഡാമിലേക്കാണ് കേട്ടോ. നമുക്ക് ഡാമിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ഗാർഡനിലോട്ട് വരാം. അതുപോലെ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് പേര് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഡാമിൻ്റെ ഭാഗം കാണാം. ഈ ഗാർഡൻ ഒരുപാട് ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്നതാണ്. ഓരോ സ്ഥലത്ത് പോകേണ്ടത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആരോമാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റോപ്പ് വേ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഡയറക്ഷൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മുതലയെ കാണാം. നമുക്ക് ഈ നടക്കുന്ന ഗാർഡനും പരിസരവും ഒക്കെ ചുറ്റി കാണാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് ഈ റോപ്പ് വേ ഉപയോഗിച്ച് നമുക്ക് ഗാർഡൻ്റെയൊക്കെ ഫുൾ സീനറി കാണാവുന്നതാണ് മുകളിൽ നിന്നും. അതുപോലെ നമുക്ക് ഇവിടെ ഡാമിൻ്റെ ഭാഗം കാണാൻ പറ്റുന്നുണ്ട്. കേരളത്തിലെ പാലക്കാട് ജില്ലയിലാണ് കേട്ടോ മലമ്പുഴയുള്ളത്. മലമ്പുഴ അണക്കെട്ടും അതിനോട് ചേർന്നുള്ള മനോഹരമായ ഗാർഡനുമാണിത്. കേരളത്തിൻ്റെ പൂന്തോട്ടം എന്നും ഈ മലമ്പുഴ ഉദ്യാനം അറിയപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്ക് 2-3 ചെറിയ ആമ്പൽക്കുളങ്ങൾ കാണാം. ആമ്പൽക്കുളം ചെറിയ ആമ്പൽക്കുളമാണ്. അതിൽ അത്യാവശ്യം ആമ്പലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നേരം ഇരുട്ടി തുടങ്ങി, സന്ധ്യയായി. ഇനി കുറച്ച് ദൂരം കൂടെ പോകണം നമ്മൾ ഡാമിൻ്റെ ടോപ്പിലെത്താൻ. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ സ്റ്റെപ്പ് നമ്മൾ വരുന്ന വഴിയിൽ വേറെ സ്റ്റെപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഈ കാണുന്നതാണ് മെമ്മറി പില്ലർ. നമ്മൾ ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ അടിപൊളി പ്ലേസാണ്. അതുപോലെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഡാമിൻ്റെ ടോപ്പിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അതുപോലെ അവിടെ ഒരു ഫോട്ടോ ഗ്യാലറി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അത് ഓപ്പൺ ആണോന്നൊന്നും അറിയത്തില്ല.
ഏതൊരു പ്രശ്നത്തിൻ്റെയും അവസാനത്തെ പ്രതീക്ഷ നിങ്ങൾ തന്നെയാണ്, അണയാതെ സൂക്ഷിക്കൂ എന്നാണ് അവിടെ ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഒരു സ്റ്റെപ്പാണ്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഫോട്ടോ ഗാലറി. അതിപ്പോൾ ഓപ്പൺ അല്ല, അടച്ചിട്ടേക്കാണ്. ഇന്ത്യയിലെ ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ അണക്കെട്ട്. 1955 ഈ ഡാം നിർമ്മിച്ചത്. ഇവിടുന്ന് അങ്ങേ അറ്റം വരെ നമുക്ക് നടക്കണം. അവിടുന്ന് എക്സിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് മലമ്പുഴ ഡാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, അതുപോലെ ഇരുട്ടുമായി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് റിസർവെയറാണ് മലമ്പുഴ ഡാം. റിസർവോയറിൽ ബോട്ടിംഗ് ആണ് പ്രധാനമായുള്ള ആകർഷണം. മീൻപിടുത്തം നിരോധിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണിത്. എന്നിരുന്നാലും പലരും റിസർവോയറിൽ നിന്നും മീൻ പിടിക്കുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ നീളം കൂടിയ നദിയായ നീള നദിയുടെ പോഷക നദിയായ മലമ്പുഴയ്ക്ക് കുറുകെ 1955 നിർമ്മിച്ചതാണത്രേ മലമ്പുഴ ഡാം. 22 മീറ്റർ നീളമുള്ള ഒരു മണ്ണുകൊണ്ടുള്ള അണക്കെട്ടും 1849 മീറ്റർ നീളമുള്ള ഒരു കല്ലുകൊണ്ടുള്ള അണക്കെട്ടും സംയോജിപ്പിച്ച് ഈ ഡാം 125 അടി ഉയരത്തിൽ നിലകൊള്ളുന്നത്രേ. ഇത്ര നേരം നമ്മൾ ഡാമിൻ്റെ ഭംഗിയല്ലേ ആസ്വദിച്ചുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഡാമിൻ്റെ ടോപ്പ് വ്യൂവിൽ നിന്നിട്ട് നമുക്ക് നമ്മുടെ ഗാർഡൻ്റെ വ്യൂ കണ്ടാലോ. നമുക്ക് ഡാമിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗാർഡൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. ഇവിടെ നിന്നാൽ നമുക്ക് മനോഹരമായി അലങ്കരിച്ച പുൽത്തകിടികളും മനോഹരമായി ഒരുക്കിയ പുഷ്പങ്ങളും ജലധാരകളും മനോഹരമായ പാതകളുമെല്ലാം വളരെ ഭംഗിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ജലസേചനം, കുടിവെള്ളം, വ്യവസായം, വൈദ്യുതി ഉൽപാദനം, മത്സ്യം വളർത്തൽ, ജലഗതാഗതം തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ ഇവിടെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടുതലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് റോപ്പ് വേ, തൂക്കുപാലം, സ്പീഡ് ബോട്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. രാത്രിയുടെ മനോഹാരിതയിൽ ഈ ലൈറ്റിൻ്റെയൊക്കെ വെളിച്ചത്തിൽ നമുക്ക് ഗാർഡൻ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രാത്രിയിലെ ഭംഗി നമ്മൾ അറിയണമല്ലോ. പിന്നെ തൂക്കുപാലം ആണെങ്കിലും നമ്മൾ പകൽ കാണുന്നതിനേക്കാൾ ഭംഗി രാത്രിയിൽ കാണുമ്പോൾ തോന്നുന്നു. കാനായി കുഞ്ഞിരാമൻ എന്ന പ്രശസ്ത ശില്പി നിർമ്മിച്ച യക്ഷി എന്ന ശില്പവും നമ്മളെ ആകർഷിക്കുന്നതാണ്. ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. സമയക്കുറവ് മൂലം എൻ്റെ ഫോൺ ഓഫായി പോയത് മൂലം എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിച്ചില്ല.